ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപ് നൽകിയില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന് BJP. കൃഷി ഭവനുകൾക്കും താലൂക്ക് ഓഫീസുകൾക്കും മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിനു മുൻപ് നൽകിയില്ലെങ്കിൽ വേറിട്ട സമരമുറകളുമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. കൃഷി ഭവനുകൾക്കും താലൂക്ക് ഓഫീസുകൾക്കും മുൻപിൽ സമരം നടത്തുമെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെല്ല് സംഭരിക്കുന്നതിന് സപ്ലൈകോ ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ കർഷകരോടുള്ള വഞ്ചനയാണെന്ന് P. വേണുഗോപാലൻ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വില കുറച്ച് കർഷകരെ ദുരിതത്തിലാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ഓണത്തിനു മുൻപ് നൽകിയില്ലെങ്കിൽ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും കർഷക മോർച്ചയും സംയുക്തമായി കലമുടയ്ക്കൽ സമരമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി B. മനോജ്, കർഷക മോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് K. സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണമായി കേരളത്തിലെ ഓണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്ക് നല്ല അരി കൊണ്ടുള്ള ഭക്ഷണം, സമൃദ്ധമായുള്ള ഭക്ഷണം ഒക്കെ കഴിക്കേണ്ട സമയം. അതായത് ഓണം നല്ല രീതിയിൽ നടത്തുന്നത് കർഷകനാണ് എന്ന് ചുരുക്കം പറയും. പക്ഷെ എപ്പോഴും സപ്ലൈകോ സംഭരിച്ചുള്ള നെല്ലിന്റെ പൈസ മുഴുവൻ ആളുകൾക്കും കിട്ടിയിട്ടില്ല. കർഷകന്മാർ ദുരിതത്തിലാണ്. അവർക്ക് ആരോട് പരാതി പറയണം, ആരോടാണ് ഇത് ചോദിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ഇതിന് തീരെ പ്രാധാന്യം കൊടുക്കാതെ കർഷകന്മാരെ നിത്യ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. കേന്ദ്രം കർഷകന്മാർക്ക് നൽകുന്ന തുക പോലും യഥാസമയം കൊടുക്കുന്നില്ല. അതുകൂടാതെ ഇപ്പോ ഏറ്റവും പുതിയതായിട്ടൊരു സർക്കുലർ പ്രകാരം ഇനി കർഷകന്മാര് സപ്ലൈകോ നെല്ല് സംഭരിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് പേര് രജിസ്റ്റർ ചെയ്യും. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 2 വ്യവസ്ഥകളാണ് പറയുന്നത്. രണ്ടും അവർ ഒപ്പിട്ട് കൊടുക്കും. ഒന്ന്, ഞാൻ ഇതിന്റെ നിയമാവലിയൊക്കെ നോക്കി, ഇത് കേന്ദ്രം തരുന്ന പൈസയാണ് എന്ന് എനിക്കറിയാം, കേന്ദ്രം തരുന്ന പണം കിട്ടുന്ന മുറയ്ക്ക് അത് ഞങ്ങൾ വാങ്ങിക്കോളാം എന്നാണ്. 2, സംഭരിച്ച നെല്ലിന് പിന്നീട് വല്ല കേടുപാടുകളും പറ്റിയാൽ അതിന് തുക കിട്ടില്ല എന്നും എനിക്കറിയാം. സത്യവാങ്മൂലമാണ് കൊടുത്തത്. ന്യൂസ് ഡെസ്ക് CCV.